അതിർത്തിയിൽ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ വളരെ പരിഭ്രാന്തരായിട്ട് യുദ്ധം ഏത് നിമിഷവും ഉണ്ടാവും, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും, അപ്പോൾ അതുകൊണ്ട് അന്താരാഷ്ട്ര മറ്റ് സമൂഹത്തോട് ഈ അവർ പാകിസ്ഥാൻ ചോദിച്ചേക്കാണ് ഇതിൽ ഇടപെടണം, എങ്ങനെയെങ്കിലും ഇന്ത്യയെ പിന്തിരിപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള പ്രസംഗം നടത്തി. അപ്പോൾ ഈ പ്രസ്താവനയൊക്കെ വന്നു. അതിനോടൊപ്പം ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ POKയിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അതിൻ്റെ ഭാഗങ്ങളിലെല്ലാം അതിർത്തിയോടുള്ള അടുത്തുള്ള ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതൽ ആയുധങ്ങൾ വിന്യസിപ്പിക്കുന്നു. അതുപോലെ തന്നെ മിലിറ്ററിയെ, അവരുടെ പാകിസ്ഥാൻ മിലിറ്ററിയെ അവിടേക്കൊക്കെ മാറ്റുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലായിരിക്കും അടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു അവർ പ്രതീക്ഷ അതാണ് അവരുടെ. അപ്പോൾ ഇന്ത്യ എവിടെ അടിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയാൻ വയ്യ. അതാണ് ഇതിൻ്റെ കാരണം. ഏതായാലും അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒന്ന് വന്നേക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അതായത് ഈ ചൈനയുടെ NTA നാഷണൽ ട്രേഡ് ഏജൻസി അവർ നിർമ്മിച്ചേക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വന്ന ഈ ഭീകരർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് ഫോൺ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ചൈനീസ് നിർമ്മിതമാണ്. അപ്പോൾ അത് അങ്ങനെ പെട്ടെന്നൊന്നും ഇമ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ അറിവിന് അപ്പുറത്തോട്ട് ഇത് കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത്, പാകിസ്ഥാൻ സ്പോൺസർഡ് ടെററിസം എന്നുള്ളതിനപ്പുറത്തോട്ട് മാനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യ ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഈ വാർത്താവിനിമയ സംവിധാനമൊക്കെ, കാരണം ഇവർ 1.5 വർഷമായി യവന്മാർ ഈ അതിർത്തിയിൽ നിന്ന് ഈ വേലി മുറിച്ച് ഇവിടെ കയറി വന്നിട്ട്. പക്ഷെ അത് നമ്മുടെ ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. 1.5 വർഷമായിട്ട് ഈ ഭീകരർ ഇവിടെ കയറി വന്നത് മാത്രമല്ല, യവന്മാർ പല ആക്രമണങ്ങളും നടത്തി, ഇതിനിടയിൽ പല കൊലപാതകങ്ങളും നടത്തി കാശ്മീരിൽ. പക്ഷേ അതൊന്നും തിരിച്ചറിയാനോ പിടിക്കാനോ പറ്റിയില്ല. കാരണം ഇങ്ങനൊരു പ്രതീക്ഷ വരുന്നില്ലല്ലോ. മാത്രമല്ല ഇന്ന് വരെയും ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ ഭീകരരൊന്നും തന്നെ, അല്ലെങ്കിൽ കാശ്മീരികളുമായിട്ട് ബന്ധമുള്ളവർ ഭീകരരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ ഒരിക്കലും ഒരൊറ്റ ടൂറിസ്റ്റിനെയും അവിടെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം അവിടെ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നതിന് ഒരിക്കലും കാശ്മീരികൾ നിന്നു കൊടുക്കത്തില്ല. കാരണം അവരുടെ അന്നം അതാണ്. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരത് നിൽക്കാത്തത്. പിന്നെ ബാക്കിയുള്ളത് ഈ ബന്ധുക്കളും ഒക്കെ തന്നെ അല്ലേ പലരും. അങ്ങനെയൊക്കെ വരുന്ന ഉടനെ ചെറിയ സഹായങ്ങളും ഒക്കെ ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സഹായമൊക്കെ അവരങ്ങ് നിർത്തി. യവന്മാർ നെട്ടോട്ടത്തിലാണ്. അവർ ഓടുമ്പോൾ ഈ ഭീകരർ യവന്മാർക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്ന് ഓരോ വീട്ടിൽ കയറി എടുത്തോണ്ടങ്ങ് പോവാണ് ആഹാരം. ആ രീതിയിലേക്ക് വരെ അവർ പോയി കഴിഞ്ഞു. ഇപ്പം വനത്തിനുള്ളിലാണ്. ഇപ്പം ഇവന്മാർ ഈ വനത്തിനുള്ളിൽ ഇങ്ങനെ അനന്ത്നാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. അവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെട്ടേക്കുന്നത്, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടേക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്മാരെ ജീവനോടെ പിടിക്കുന്നത്. കാരണം ജീവനോടെ പിടിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് പാകിസ്ഥാൻ എന്നാൽ പോലും അവന്മാർ വേണമെങ്കിൽ പറയും ഇത് പാകിസ്ഥാനി ആളല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞുകളയും. ആ രീതിയിലാണ് അവരെപ്പോൾ വേണമെങ്കിൽ ഡിസോൺ ചെയ്യും. അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇവന്മാർ ഈ ശവശരീരം പോലും ഏറ്റുവാങ്ങാൻ പറ്റത്തില്ല. കാരണം അവർ പറയും ഇത് ഞങ്ങളുടെ ആളില്ല എന്ന് പറയും. ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു മാന്യതയും ഇതൊന്നും നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ അവർ ട്വീറ്റ് ചെയ്തേക്കുന്നത്, ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. അതായത് ഇന്ത്യ നമ്മുടെ സമുദ്രാതിർത്തിയിലേക്ക് ഇന്ത്യൻ നേവി വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടോട്ട്. കാരണം അപ്പോൾ ഏത് വിധത്തിലും എന്തും ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കോൺഗ്രസിനൊരു മണ്ടത്തരം പറ്റി. കോൺഗ്രസിൻ്റെ ഒരു വക്താവ് ശ്രീമതി സുപ്രിയ ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാനില്ലെന്ന് ഈ സമയത്ത്. അപ്പോൾ അത് ശ്രീ ഫറൂഖ് അബ്ദുള്ള പോലും അതിനെ വിമർശിച്ചു. പ്രധാനമന്ത്രി ഇവിടെ തന്നെ ഡൽഹിയിലുണ്ട്, പ്രധാനമന്ത്രി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാനിടയായി. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി മമത ബാനർജി അവരും പറഞ്ഞു ഇത്
തെറ്റാണ്, അനവസരത്തിലുള്ള ഒരു പ്രയോഗമാണ് ഈ നടത്തിയത്. മായാവതി തുടങ്ങിയ എല്ലാ ആളുകളും ഇതിനെ ഇപ്പോൾ, അതായത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിനെ വിമർശിക്കാൻ പോയി. കോൺഗ്രസിനെ പറ്റി ഒരു മണ്ടത്തരമാണത്. ഈ രീതിയിലുള്ള ഈ സമയത്ത് ഈ രീതിയിലല്ല പ്രവർത്തിക്കേണ്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്. ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ നീങ്ങണം. നേരത്തെ രാഷ്ട്രീയമായിട്ട് ഇവരെല്ലാ പിന്തുണയും കൊടുത്തു. എന്നാൽ പോലും ഇതുപോലെ അനവസരത്തിലുള്ള ഈ പ്രയോഗങ്ങളുണ്ടല്ലോ, അത് ജനങ്ങളിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കും. നിങ്ങളുടെ തന്നെ നിലനിൽപ്പിന് അത് വളരെ മോശമായിട്ട് മാറും. അതല്ലേ ചെയ്യേണ്ടത്. അത് ഏതായാലും കോൺഗ്രസ് അതിനെ ശക്തമായിട്ട് താക്കീത് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ശ്രീ ജയറാം രമേശൊക്കെ അതിന് താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി മേലാൽ ആലോചിക്കാതെ, ഇത് ആലോചിക്കാതുള്ള ഒരു എടുത്തിയാട്ടത്തിൽ സംഭവിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ശരി, അതൊരു നാണക്കേടായിട്ട് മാറി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഉണ്ടാവാതിരിക്കണം. ഇനി ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളത് അത് കാത്തിരുന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഇപ്പോൾ ഇത്രയും വളരെ ഒരുക്കങ്ങളും നടത്തുകയാണ്. അവർ ആളുകളൊക്കെ ഒഴിപ്പിക്കുന്നുണ്ട് അതിർത്തിയിൽ നിന്ന്. അവിടെ എല്ലാ സന്നാഹങ്ങളും ഒക്കെ ഒരുക്കുകയാണ്. വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, റഡാറുകൾ. അപ്പം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയോ, യവന്മാർ ഇങ്ങനെ കുറേ ഒരുങ്ങട്ടെ, നന്നായിട്ട് ഒരുങ്ങി നടക്കട്ടെ. അവർക്ക് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കണം ഈ അടി കിട്ടുന്നത് എപ്പോഴായാലും. അത് എന്തായാലും, കാരണം ഇതിന് പകരം 26 ജീവൻ പോയതാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിന് പകരം ചോദിക്കുന്നതാണ്, പകരം വീട്ടും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ പകരം വീട്ടും എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അതിന് പാകിസ്ഥാൻ ഇങ്ങനെ ഒരുങ്ങട്ടെ, നന്നായിട്ട് ഒരുങ്ങട്ടെ. ഭീകരപ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങൾ, അതായത് നമ്മൾ ഈ ഒരു ഭീകരർ വെടിവെക്കുന്ന ആ സീനുകളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ അന്ന് തന്നെ ഇപ്പം എനിക്കും ഒരു സംശയം തോന്നിയതാണ്. കാരണം വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ വെടിവെച്ച കേട്ടിട്ടൊന്നും അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെ ആണ് ഈ മുസമ്മിൽ എന്ന് പറയുന്ന ഒരാൾ, അതായത് ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ, അയാൾ ഈ ആളുകളെ ഇങ്ങനെ അതിൽ കൂടെ തള്ളിവിട്ട് പാസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അവിടെ വെടിവെച്ചൊക്കെ കേൾക്കുന്നുണ്ട്, വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ യഥാർത്ഥത്തിൽ ദൈവം പൊട്ടനായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഇത് ഇത്രയും ശബ്ദം നമുക്ക് പോലും കേൾക്കാം, വെടി തീർക്കുന്നതിൻ്റെ ശബ്ദം വെടിവെച്ച. പക്ഷേ അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൽ പാസ് ചെയ്തു പോയ, ആ സിപ്പ് ലൈനിൽ പാസ് ചെയ്തു പോയ നമ്മുടെ ഒരു സഞ്ചാരി, അദ്ദേഹം എടുത്ത ഈ ഫോട്ടോകളുണ്ട് കേട്ടോ, ഒരു മലയാളി എടുത്തതാണ്. ആ ഫോട്ടോകളൊക്കെ എടുത്തപ്പോൾ അവിടുന്ന് എടുത്തു പോയപ്പോൾ അതിൽ 2 പേർക്ക് ഈ ഭീകരനുമായിട്ട് വളരെ സാമ്യമുള്ള ഫോട്ടോകൾ കിട്ടി. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ NIA പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിദഗ്ധന്മാരൊക്കെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഒരു മുതൽക്കൂട്ടായി എന്നുള്ളൊരു കരുതലാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ മുസമ്മിലിൻ്റെ ഈ പ്രവർത്തനം അവരത് നോക്കിയിട്ട് ഇപ്പം അവർക്കും അതിനകത്ത് ഒരു പന്തികേട് തോന്നിയത് കൊണ്ടാണ് മുസമ്മിലിനെ കസ്റ്റഡിയിലാണ് എടുത്തിട്ടുണ്ട്. ഇന്നലെ മുസമ്മിലിൻ്റെ മാതാപിതാക്കളൊക്കെ ആഹാരമായിട്ടൊക്കെ അവിടെ പോയെങ്കിലും അയാളെ കാണാൻ സമ്മതിച്ചില്ല. അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അയാളെ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല ഇനി ഇയാൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഇയാൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടായിരുന്നോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. ഏതാണ്ട് കുറേ അധികം ആളുകൾ കസ്റ്റഡിയിൽ ഇതുപോലെ ഉണ്ട്. ഏതാണ്ട് 150-ൽ പരം ആളുകൾ കസ്റ്റഡിയിലുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. പല കാരണങ്ങൾ, ഇവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ, ഇവർക്ക് ഏതെങ്കിലും സഹായം ഇതുപോലെ കൊടുത്തിരുന്നോ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ മുസമ്മിലിൻ്റെ ആ സ്വഭാവത്തിലെ, ആ പെരുമാറ്റത്തിലെ പന്തികേടെന്ന് പറയുന്നത് പക്ഷേ അയാളുടെ മാതാപിതാക്കൾ പറയുന്നത്, അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ആ യാത്രക്കാരുടെ സുരക്ഷിതത്വം, അതായത് ഈ സിപ്പ് ലൈനിലൂടെ പോകുന്ന ആളുകളുടെ ആ സുരക്ഷിതത്വത്തെക്കുറിച്ച് അയാൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു. അയാൾ മറ്റൊരു കേസിൽ ഇതുവരെ വന്നിട്ടുമില്ല. അയാളുടെ പേരിൽ അങ്ങനെയുള്ള അലിഗേഷനൊന്നുമില്ല. ഏതായാലും അന്വേഷണം വരട്ടെ. അന്വേഷണം കഴിയുമ്പോൾ ഒരു തീരുമാനമാകും.